പാലക്കാട് സാധാരണയായി കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് മണ്ണാർക്കാടുള്ള സ്ഥലങ്ങൾ. പാലക്കാട് ജില്ലയിലാണെങ്കിലും വേറെ ഏതോ ഒരു നാട്ടിലെത്തിയ പോലൊരു ഫീൽ മണ്ണാർക്കാടുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ തോന്നാറുണ്ട്. അത്രയും ഭംഗിയുള്ള വളരെ വ്യത്യസ്തമായ ലാൻഡ്സ്കേപ്പുകളുള്ള കുറേ സ്ഥലങ്ങൾ മണ്ണാർക്കാടുണ്ട്. അങ്ങനെ ഒരു സ്ഥലമാണ് ഇരുമ്പകച്ചോല. കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയകളിലൊന്ന്. നമ്മുടെ മലമ്പുഴയ്ക്കടുത്തുള്ള കവയെല്ലാം പോലെ അധികം അറിയപ്പെടാത്ത പാലക്കാട് ജില്ലയിലെ സ്വർഗം തന്നെയാണ് ഈ സ്ഥലം. കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ശരിയായ ഭംഗി നേരിട്ട് കണ്ടറിയാൻ ഇരുമ്പകച്ചോലയിലേക്ക് തന്നെ പോകണം. രാവിലെ നേരത്തെ ഇറങ്ങാൻ പ്ലാൻ ചെയ്തായിരുന്നെങ്കിലും കുറച്ച് ലേറ്റായി പോയി. സാധാരണ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് രാവിലെ നേരത്തെയാണ് പോവാറ്. ഇന്ന് കുറച്ച് വൈകിപ്പോയി. രാവിലെ സമയം 9 മണിയായി. മെയിൻ റോഡിൽ നിന്നും കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് പോകുന്ന വഴിയിലേക്ക് തിരിഞ്ഞു. ഹിൽ സ്റ്റേഷൻ ഡ്രൈവിന് സമാനമാണ് കാഞ്ഞിരപ്പുഴ ഡാമിലേക്കുള്ള ഡ്രൈവും. യാത്ര ചെയ്യുന്ന വഴിയിലായി കുറേ നല്ല വ്യൂ പോയിന്റുകളുണ്ട്. ഇത് കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാനും കഴിയില്ല. ചെറിയ ചെറിയ ബ്രേക്ക് എടുത്ത് എന്തായാലും മുന്നോട്ട് പോകാൻ കഴിയൂ. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് വന്നാൽ പാലക്കയം ഭാഗത്ത് നിന്ന് ലെഫ്റ്റ് എടുത്ത് അകത്തേക്ക് വന്നാൽ ആ വഴിയാണ് കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് പോകേണ്ടത്. ഇവിടെയും കുറേ നല്ല വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത കാടിനുള്ളിലൂടെ ഡാമിൻ്റെ വ്യൂ കൂടി കാണാൻ കഴിയും. പാലക്കാട് ജില്ലയിലെ സാധാരണയായി കണ്ടുവരുന്ന കാഴ്ചകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ലാൻഡ്സ്കേപ്പുകളാണ് മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ കഴിയുക. രാവിലെ നേരത്തെ അല്ല ഇവിടെ എത്തിയാൽ നല്ല ഭംഗിയായിരിക്കും ഈ സ്ഥലം കാണാൻ. അതിന്ന് എന്തായാലും മിസ്സായി. കാഞ്ഞിരപ്പുഴ ഡാമിലേക്കുള്ള യാത്രക്കിടയിൽ ഇവിടെ വേറൊരു വ്യൂ പോയിന്റ് കൂടി കാണാൻ കഴിയും. വീക്കെൻഡ് ആയ കാരണം അത്യാവശ്യം ടൂറിസ്റ്റുകളും ഉണ്ടെന്ന് അവിടെ. മണ്ണാർക്കാട്ടെ പ്രശസ്തമായ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ കഴിയും. നല്ല വെയിലുണ്ട്, പക്ഷേ ഇതൊന്നും സ്ഥിരം കാണാൻ കഴിയുന്ന കാഴ്ചകളല്ലോ. അതുകൊണ്ട് വെയിൽ കാര്യമാക്കാതെ മതിയാവോളം ഡാമിൻ്റെ ഈ വ്യൂ കണ്ട് ആസ്വദിക്കുകയാണ്. ചുറ്റുമുള്ള കാടും മലനിരകളുമാണ് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഭംഗി കൂട്ടുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പാലക്കാട്ടെ മറ്റൊരു പ്രശസ്തമായ ഡാമായ നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെയുള്ള പോത്തുണ്ടി ഡാമായി ഇവിടുത്തെ കാഴ്ചകൾക്ക് ചെറിയൊരു സാമ്യം തോന്നുന്നുണ്ട്. ഈ വഴിക്ക് നേരെ പോയാൽ കാഞ്ഞിരപ്പുഴ ഗാർഡൻസിനടുത്തെത്തും. അതിന് മുന്നിലായി ഡാമിൻ്റെ ഷട്ടറും കാണാൻ കഴിയും. പണ്ട് ഇതുവഴി വന്നപ്പോൾ ഷട്ടർ തുറന്ന കുറച്ച് വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. ആ വിഷ്വൽസാണ് ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്നത്. വേനൽക്കാലത്ത് ഡാമിൽ വെള്ളം വളരെ കുറവായ കാരണം ഷട്ടർ തുറക്കാനുള്ള സാധ്യതയില്ല. ഷട്ടർ തുറക്കുമ്പോൾ ആ കാഴ്ചയാണ് ഒരു പ്രത്യേക ഭംഗിയാണ്. ശരിക്കും ഒരു വെള്ളച്ചാട്ടം കാണുന്ന അതേ പ്രതീതിയാണ് ഡാമിൻ്റെ ഷട്ടർ തുറന്ന് അതിലൂടെ വെള്ളം ഒഴുകി വരുന്ന കാഴ്ച കാണുമ്പോഴും കിട്ടുന്നത്. ആ വെള്ളം നേരെ ഒഴുകി മുന്നിലുള്ള കനാലിലൂടെ പോകുന്നുണ്ട്. കൃഷിയുടെ ആവശ്യം അനുസരിച്ചാണ് പാലക്കാട് ജില്ലയിലെ മിക്ക ഡാമുകളിലെയും ഷട്ടറുകൾ തുറക്കാറ്. അതും ഷട്ടർ തുറന്ന കാഴ്ച എപ്പോഴും കാണാനും കഴിയില്ല. ഇതുവഴി നേരെ പോയാലാണ് കാഞ്ഞിരപ്പുഴ ഗാർഡൻസിനടുത്ത് എത്തുക. ഷട്ടർ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നാൽ പിന്നെ അങ്ങോട്ട് നല്ല റോഡാണ്. മണ്ണാർക്കാടുള്ള കാഞ്ഞിരപ്പുഴ ഡാമിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇരുമ്പകച്ചോല എന്ന സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നത്. കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയാണ് ഇരുമ്പകച്ചോല. അതായത് നമ്മുടെ മലമ്പുഴയ്ക്കടുത്തുള്ള കവയെല്ലാം പോലെ വലതു ഭാഗത്തായിട്ടാണ് കാഞ്ഞിരപ്പുഴ ഗാർഡൻസിലേക്കുള്ള എൻട്രൻസ്. കാഞ്ഞിരം ചിറക്കൽപ്പടി എല്ലാം വഴി വരുവാണെങ്കിൽ നേരെ കാഞ്ഞിരപ്പുഴ ഗാർഡൻസിന് മുന്നിലെത്താൻ കഴിയും. യാത്ര ചെയ്യാൻ ഏറ്റവും നല്ല റോഡ് ഇത് തന്നെയാണ്. പക്ഷേ ഞാൻ വന്ന വഴിയിലൂടെ വന്നാലാണ് കൂടുതൽ വ്യൂ പോയിന്റ്സ് കാണാൻ കഴിയുക. അത് പാലക്കയം ശിരുവാണിയിലേക്ക് പോകുന്ന വഴിയാണ്. കാഞ്ഞിരപ്പുഴ ഗാർഡൻസിൻ്റെ എൻട്രൻസ് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ ഇരുമ്പകച്ചോല എന്നൊരു ബോർഡ് കാണും. അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയണം. പിന്നീട് കുറച്ചു ദൂരം ചെറിയൊരു വഴിയാണ്. മലനിരകളെല്ലാം കണ്ടുകൊണ്ട് തികച്ചും ഒരു ഗ്രാമപ്രദേശത്തിലൂടെയുള്ള ഡ്രൈവ്. ഈ ഒരു ഭാഗത്തായി ഒരു റിസോർട്ടും ഉണ്ട്, കാഞ്ഞിരപ്പുഴ ഗേറ്റ് റിസോർട്ട്. ഇരുമ്പകച്ചോലയിലേക്ക് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നോക്കിയാണ് പോകുന്നത്. ഇതിൽ കാണിക്കുന്ന ലൊക്കേഷൻ എത്രത്തോളം കറക്റ്റ് ആണെന്നറിയില്ല, എന്നാലും പോയി നോക്കാം. ആ കാണുന്ന പാലത്തിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയണം. പാലം കഴിഞ്ഞതും വണ്ടി പാർക്ക് ചെയ്ത് നടന്നാണ് ഇനി മുന്നോട്ട് പോകുന്നത്. ഇവിടെയുള്ളവരോട് വഴി ചോദിച്ചപ്പോൾ വണ്ടി കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. ബൈക്കെല്ലാം ഈസിയായി കൊണ്ടുപോകാം, കാറ് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ കാണുന്ന വഴിയിലൂടെയാണ് ഇനി മുന്നിലേക്ക് പോകേണ്ടത്. തോടിന് കുറുകെ കെട്ടിയിരിക്കുന്ന വളരെ ചെറിയൊരു പാലം. അത് കഴിഞ്ഞാൽ പിന്നെ ടാർ ചെയ്ത റോഡില്ല. തെളിമയാർന്ന നല്ല തണുപ്പുള്ള വെള്ളം. ചൂടുള്ള വേനൽക്കാലത്ത് ഇങ്ങനെയുള്ള വെള്ളത്തിൽ മുഖം കഴുകുമ്പോൾ
കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. പാലം അധികം ഉയരത്തിലല്ല കെട്ടിയിരിക്കുന്നത്. മഴക്കാലത്ത് എന്തായാലും പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകാനാണ് സാധ്യത. ഈ വഴിയിലൂടെ കുറേ ദൂരം മുന്നോട്ട് പോകണം വ്യൂ പോയിന്റിനടുത്തെത്താൻ. കാണുന്നവരോടെല്ലാം വഴി ചോദിക്കുന്നുണ്ട്. നേരെ പോയാൽ ഡാമിനടുത്ത് എത്തും എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ ഒരു വീട്ടിലായി നിറയെ മൊസാണ്ട പൂക്കൾ പൂത്തു നിൽക്കുന്നത് കണ്ടു. പണ്ട് എല്ലാ വീടുകളിലും കാണുന്നൊരു പൂവായിരുന്നു ഇത്. എന്നീ പൂക്കൾ അധികം കാണാൻ കിട്ടുന്നില്ല. ചെറിയൊരു ശബ്ദം കേട്ട് അടുത്തുള്ള പറമ്പിലേക്ക് നോക്കിയപ്പോഴാണ് അവിടെ നിറയെ മയിലുകൾ കൂട്ടത്തോടെ പോകുന്നത് കണ്ടത്. രണ്ട് സൈഡും മരങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ കാരണം ഈ വഴിയിലൂടെ നടക്കുമ്പോൾ നല്ല തണൽ കിട്ടുന്നുണ്ട്. വേനൽ ചൂടിൽ നിന്ന് ചെറിയൊരു ആശ്വാസം. വഴി നേരെ ചെന്നെത്തിയത് ഇരുമ്പകച്ചോല വ്യൂ പോയിന്റിന് മുന്നിലാണ്. ഈ വഴിയിലൂടെ കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോവാം. പക്ഷേ ഇനി അങ്ങോട്ട് തണലില്ല. വെയിൽ സഹിച്ച് തന്നെ നടക്കണം. കുറച്ചു നേരം ആലോചിച്ച് വന്നു മുന്നോട്ട് പോകണോ വേണ്ടോ എന്ന്. എന്തായാലും ഇത്ര ദൂരം വന്നതല്ലേ, വെയിൽ കുറച്ച് കൊണ്ടാലും കുഴപ്പമില്ല. മുന്നോട്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചു. ബൈക്കാണെങ്കിൽ കുറച്ച് ദൂരം കൂടി കൊണ്ടുവരാൻ കഴിയും. കാറ് കൊണ്ടുവരുന്നത് റിസ്ക് തന്നെയാണ്. ചെറിയൊരു തണൽ കിട്ടിയപ്പോൾ ഇവിടെ കുറച്ച് നേരം നിന്നു. ചെറിയൊരു കാറ്റും വീശുന്നുണ്ട്. ചൂടിൽ നിന്ന് കുറച്ചൊരു ആശ്വാസം. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. മഴക്കാലത്ത് വെള്ളം കയറുന്നൊരു സ്ഥലമാണിത്. അതായത് നമ്മൾ ഈ നടക്കുന്ന വഴിയിലെല്ലാം വെള്ളമായിരിക്കും. വേനൽക്കാലത്ത് വെള്ളം താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഇതുവഴി നടക്കാൻ കഴിയുക. വേനൽക്കാലത്ത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. കുറച്ചധികം ദൂരം വെയിലും കൊണ്ട് നടന്നു വെള്ളത്തിനടുത്തെത്താൻ. ഇനി മുന്നോട്ട് പോകുന്നില്ല. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വെള്ളത്തിൽ നിന്ന് എപ്പോഴും സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. എന്തെങ്കിലും അപകടം പറ്റിയാലും രക്ഷിക്കാനായി ചുറ്റുവട്ടത്ത് വേറെ ആരുമില്ല. ഇവിടെ ഒരു ഭാഗത്തായി നിറയെ മരങ്ങളുണ്ട്. കുറേ നേരം വെയിലെല്ലാം കൊണ്ട് അവിടെ കാഴ്ചകൾ കണ്ട് നിന്നെങ്കിലും ഇനി രക്ഷയില്ല. ഇവിടെയാണെങ്കിൽ നല്ല തണലുണ്ട്, ചെറിയൊരു കാറ്റുമുണ്ട്. അതുപോലെ ഇലകൾക്കിടയിലൂടെ ഡാമും ചുറ്റുമുള്ള മലനിരകളെല്ലാം കാണാനും നന്നായിട്ടുണ്ട്. വെയിലിങ്ങനെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് മഴ പെയ്തെങ്കിലും ഇന്ന് ചൂടിന് കുറവൊന്നുമില്ല. വളരെ ശാന്തമായൊരു അന്തരീക്ഷമാണ് അവിടെ. ഞാൻ വന്ന സമയം മാത്രം ചെറുതായി ഒന്ന് തെറ്റിപ്പോയി. രാവിലെ ആണെങ്കിൽ ഒരു 6 മണിക്കെല്ലാം അവിടെ വന്നാൽ 8-8:30 വരെ ഇവിടെ സുഖമായി സമയം ചെലവഴിക്കാം. ആ സമയത്ത് അധികം വെയിലില്ലാതെ ചെറിയൊരു തണുപ്പെല്ലാമായി ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകൾ നന്നായി ആസ്വദിക്കാൻ കഴിയും. അല്ലെങ്കിൽ വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം ഇങ്ങോട്ട് ഇറങ്ങണം. സൺസെറ്റ് എല്ലാം കണ്ട് ഇരുട്ടാവുമ്പോഴേക്കും ഇവിടെ നിന്ന് തിരിച്ചു പോവാം. കുറേ ചെറിയ ഐലൻഡുകളാണ്. കാഞ്ഞിരപ്പുഴ ഡാമിൽ വെള്ളം കുറയുമ്പോൾ ഇവിടെ വന്നാൽ കാണാൻ കഴിയുക. അതും വേനൽക്കാലത്ത് മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. ഏകദേശം 11 മണിയോടുകൂടിയാണ് ഞാനിവിടെ എത്തിയത്. ഈ സമയത്ത് ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. ചിലപ്പോൾ ക്ഷീണിച്ച് തളർന്ന് വീണുപോകും. ചുറ്റുമുള്ള മരങ്ങളായിരുന്നു ഏക ആശ്വാസം. ഈ ചുറ്റുവട്ടത്തായി കുറേ റിസോർട്ടുകളുണ്ട്. തിരക്കിൽ നിന്നെല്ലാം മാറി ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ താമസിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെയുള്ള റിസോർട്ടുകളും പരിഗണിക്കാം. ഇവിടെ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അപകടം സ്വയം വരുത്തിവെക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ ചെയ്യാതിരിക്കുക. പ്ലാസ്റ്റിക്കും മറ്റു വേസ്റ്റുകളും ഇവിടെ വലിച്ചെറിയാതിരിക്കുക. എന്തിനാ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലത്തിനെ നശിപ്പിക്കുന്നത്? അതുപോലെ നാട്ടുകാരോട് ചോദിച്ച് അനുവാദം വാങ്ങിച്ചു മാത്രം ഇങ്ങോട്ട് കയറി വരിക. കാരണം ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണോ അല്ലേ എന്ന് നാട്ടുകാർക്ക് നന്നായി അറിയാം. അവരോട് ചോദിച്ച് മാത്രം ഇങ്ങോട്ട് വരുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇതുപോലുള്ള സ്ഥലങ്ങൾ സംരക്ഷിച്ചാൽ ഇനിയും കുറേ കാലം നമുക്ക് ഈ സ്ഥലങ്ങളുടെ ഭംഗിയെല്ലാം കണ്ട് ആസ്വദിക്കാൻ കഴിയും. ഒരുപാട് ദൂരേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.